മാധ്യമങ്ങളിലൂടെ വ്യാജ ആരോപണങ്ങൾ ഉന്നയിച്ച് പാർട്ടിയുടെ യശസ്സിന് കളങ്കമേൽപ്പിച്ചതിന് കണ്ണൂർ ജില്ലാ കമ്മിറ്റി അംഗമായിരുന്ന വി കുഞ്ഞികൃഷ്ണനെ സിപിഐഎമ്മിൽ നിന്നും പുറത്താക്കി. പാർട്ടിയെ പിന്നിൽ നിന്ന് കുത്തിയ വി കുഞ്ഞികൃഷ്ണന്റെ ആരോപണങ്ങൾക്ക് പിന്നിൽ ടി.ഐ. മധുസൂദനോടുള്ള പക മാത്രമാണെന്ന് ജില്ലാ സെക്രട്ടറി കെ രാഗേഷ് പറഞ്ഞു. തിരഞ്ഞെടുപ്പെടുത്ത ഘട്ടത്തിൽ കൃത്യമായ അജണ്ടയോടുകൂടിയാണ് ബി.ജെ.പി. അധ്യക്ഷന്റെ ഉടമസ്ഥതയിലുള്ള ചാനലിന് വി കുഞ്ഞികൃഷ്ണൻ അഭിമുഖം നൽകിയതെന്ന് കെ രാഗേഷ് പറഞ്ഞു. പാർട്ടിയെ പിന്നിൽ നിന്ന് കുത്തിയ വി കുഞ്ഞികൃഷ്ണൻ പാർട്ടി ശത്രുക്കളുടെ കോടാലി കൈയായി മാറി. പാർട്ടിയെ വഞ്ചിച്ച കുഞ്ഞികൃഷ്ണനെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കുന്നതായി ജില്ലാ സെക്രട്ടറി കെ രാഗേഷ് അറിയിച്ചു. വി കുഞ്ഞികൃഷ്ണൻ ഏഷ്യാനെറ്റിന് നൽകിയിട്ടുള്ള പ്രത്യേക അഭിമുഖത്തിലൂടെ പാർട്ടി ശത്രുക്കളുടെ കോടാലി കൈയായി മാറിയിരിക്കുകയാണ്. അഭിമുഖം കൊടുക്കുന്ന സമയത്ത് ബി.ജെ.പിയുടെ അധ്യക്ഷനായിട്ടുള്ള രാജീവ് ചന്ദ്രശേഖരൻ്റെ സ്വന്തം ചാനൽ തന്നെ തിരഞ്ഞെടുത്തത് യാദൃശ്ചികമായിട്ട് പാർട്ടി കാണുന്നില്ല. പാർട്ടിയെ വഞ്ചിക്കുകയാണ് ചെയ്തത്. പാർട്ടിയിൽ വിശ്വാസമർപ്പിച്ച ജനങ്ങളെ വഞ്ചിക്കുകയാണ് ചെയ്തത്. ഇതെല്ലാം കണക്കിലെടുത്തുകൊണ്ട് വി കുഞ്ഞികൃഷ്ണനെ പാർട്ടി ജില്ലാ കമ്മിറ്റിയിൽ നിന്ന്, പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന്, പാർട്ടിയിൽ നിന്ന് അദ്ദേഹത്തെ പുറത്താക്കാൻ വേണ്ടി തീരുമാനിച്ച കാര്യം ഞാൻ നിങ്ങളെ അറിയിക്കുക. 2022 ഏപ്രിൽ മാസത്തിൽ ചർച്ച ചെയ്ത് തീരുമാനമെടുത്ത വിഷയങ്ങളാണ് വീണ്ടും മാധ്യമങ്ങളിലൂടെ ഉന്നയിച്ചത്. എല്ലാം അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ. ടി.ഐ. മധുസൂദനനോടുള്ള പകയിൽ അദ്ദേഹത്തെ അധിക്ഷേപിക്കുക മാത്രമായിരുന്നു കുഞ്ഞികൃഷ്ണന്റെ ലക്ഷ്യമെന്നും കെ രാഗേഷ് പറഞ്ഞു. ഉന്നയിക്കപ്പെട്ട കാര്യങ്ങളിൽ പ്രധാനപ്പെട്ട വിഷയങ്ങളെല്ലാം 2022 ഏപ്രിൽ മാസത്തിൽ ജില്ലാ കമ്മിറ്റി ചർച്ച ചെയ്ത് ഉയർന്നു വന്നിട്ടുള്ള വിവിധ വിഷയങ്ങളെ സംബന്ധിച്ച് പാർട്ടി നിലപാടെടുത്ത കാര്യങ്ങളാണ്, തീരുമാനമെടുത്ത കാര്യങ്ങളാണ്. പയ്യന്നൂരിലെ ഒരു സഹകരണ സ്ഥാപനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സ്ഥലം എടുത്തതുമായി ബന്ധപ്പെട്ട വിഷയം പയ്യന്നൂർ MLA സഖാവ് ടി.ഐ. മധുസൂദനെ വ്യക്തിപരമായി അധിക്ഷേപിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുകയാണ് അദ്ദേഹം ചെയ്തത്. ധനരാജ് രക്തസാക്ഷി ഫണ്ടിലോ കെട്ടിട നിർമ്മാണ ഫണ്ടിലോ തിരഞ്ഞെടുപ്പ് ഫണ്ടിലോ പാർട്ടിക്ക് ഒരു രൂപ പോലും നഷ്ടപ്പെട്ടിട്ടില്ല. വ്യക്തിപരമായി ആരും ധനാപഹരണം നടത്തിയിട്ടില്ലെന്നും കമ്മീഷൻ കണ്ടെത്തിയതാണ്. നടപടിക്രമങ്ങൾ പാലിച്ചാണ് സഹകരണ സ്ഥാപനം ഭൂമി വാങ്ങിയത്. ഇക്കാര്യങ്ങളെല്ലാം പാർട്ടി വിശദമായി പരിശോധിച്ചതാണെന്നും കെ രാഗേഷ് പറഞ്ഞു. വ്യാജ വെളിപ്പെടുത്തലുകളുടെ വസ്തുത ജനങ്ങളെ ബോധ്യപ്പെടുത്തുമെന്നും തെറ്റായ പ്രചരണങ്ങളെ ചെറുത്തുതോൽപ്പിക്കുമെന്നും കെ രാഗേഷ് കൂട്ടിച്ചേർത്തു. കൈരളി ന്യൂസ്, കണ്ണൂർ.